2024 കീമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് കുറേ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ കീമിന് ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് എലോങ് എ കർവ്. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു 8x പ്ലസ് കോസ് y എന്നാണ്. ഇഫ് എ പോയിന്റ് ഓൺ ദ ഓർഡിനേറ്റ് ഈസ് ചേഞ്ചിങ്. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. NCERT എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതേപോലത്തെ. ഓർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 4 ടൈംസ് ആസ് ഫാസ്റ്റ് ആസ് ആബ്സിസ. ആബ്സിസ എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ്. ഓർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നത് 4 ടൈംസ് ആസ് ഫാസ്റ്റ് ആസ് ദ എക്സ് കോർഡിനേറ്റ് ആണ്. ദെൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്. എങ്കിൽ ഏതാണ് ആ പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് ഡിഫറൻസിയേഷൻ നടത്താം. ഇത് വേണമെങ്കിൽ ഒന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. മറ്റൊന്നിനും വേണ്ടിയല്ല, വൈയുടെ ടൈം എല്ലാം അടുത്തടുത്ത് എഴുതുന്നു, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ടി. ടി വെച്ചിട്ടാണോ ഡിഫറൻസിയേഷൻ നടത്തുന്നത്? കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം അത് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി ടി. കോസ് വൈയുടെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ വൈ വരും. മൈനസ് മൈനസ് പ്ലസ് സൈൻ വൈ വരും. ഇൻറ്റു ഡി വൈ ബൈ ഡി ടി വരും. സീക്വൽ ടു 8 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഡി വൈ ബൈ ഡി ടി ഈസ് 4 ടൈംസ് ആസ് ഫാസ്റ്റ് ആസ് ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇതിനകത്ത് ഡി വൈ ബൈ ഡി ടി വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഞാൻ 4 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് കൊടുത്താൽ 1 പ്ലസ് സൈൻ വൈ സീക്വൽ ടു 8 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. ശരിയല്ലേ? അതെ അല്ലേ? ഡി വൈ ബൈ ഡി ടി ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് സൈൻ വൈ വരും. ഡി വൈ ബൈ ഡി ടിക്ക് പകരം 4 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി കൊടുത്തു. ഇത് രണ്ട് സൈഡും കട്ട് ചെയ്താൽ 1 പ്ലസ് സൈൻ വൈ സീക്വൽ ടു എന്ത് കിട്ടും? സീക്വൽ ടു 2 വരും. ഡി എക്സ് ബൈ ഡി ടി കട്ട് ചെയ്ത് പോയി 8/4 2 എന്ന് വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് സൈൻ വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സൈൻ വൈ 1 എന്ന് കിട്ടും. സൈൻ വൈ 1 ആണെങ്കിൽ വൈ എത്രയായിരിക്കും? വൈ എന്ന് പറയുന്നത് π/2. കാരണം അവർ 0 മുതൽ പൈ വരെ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു π/2. വൈ π/2 കിട്ടി. വൈ π/2 വരുന്ന ഒരേ ഒരു ഓപ്ഷനുള്ളൂ. നിങ്ങൾക്ക് എ മാർക്ക് ചെയ്യാം, വേണമെങ്കിൽ എക്സോടെ കണ്ടുപിടിക്കാം. വൈക്ക് π/2 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ π/2 സീക്വൽ ടു 8x പ്ലസ് കോസ് π/2 0 വരും. കോസ് 90 0. അപ്പോൾ അതിനകത്തുനിന്ന് എക്സ് സീക്വൽ ടു π/2 ഇൻറ്റു 8 π/16. ഓപ്ഷൻ എ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത്, ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ ദ സെറ്റ്. ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമം, മിനിമം, ഇതിനകത്തെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എക്സ് റൈസ് ടു 3/5 ഇൻറ്റു 5 എന്ന് വരും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ 5x മൈനസ് 12 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3/5 ഇൻറ്റു എക്സ് റൈസ് ടു 3/5 മൈനസ് 1. അപ്പോൾ മൈനസ് 2/5 എന്ന് വരും. ശരിയല്ലേ? n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പോൾ 3/5 ഇൻറ്റു എക്സ് റൈസ് ടു 3/5 മൈനസ് 1. ഇതൊന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തേക്കാം. അത് 5x റൈസ് ടു 3/5 പ്ലസ് 15x. ഇത് അകത്തേക്ക് അല്ല, 15x വരില്ല. ഈ 3/5 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കട്ട് ചെയ്ത് പോയിട്ട് 3x മൈനസ് 36/5 ബൈ, അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്താലും അല്ല, അതുകൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 കൊണ്ട് മാത്രം 15x മൈനസ് 36 ബൈ 5x റൈസ് ടു 2/5 എന്ന് എഴുതി. ഇത് താഴേക്ക് കൊണ്ടുവന്നു.
a⁻m 1/a⁻m എഴുതും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 25x3/5 പ്ലസ് 2/5 വരും. അപ്പോൾ അത് 1 കിട്ടും. പ്ലസ് 15x മൈനസ് 36 ഹോൾ ഡിവൈഡഡ് ബൈ 5x⁵2/5. ദാറ്റ് ഇംപ്ലൈസ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 25, 35, 40. 40x മൈനസ് 36 ബൈ 5x⁵2/5 ഈക്വൽ ടു 0. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. 0 എന്ന് കൊടുത്തിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കും. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. എന്താ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ ഐദർ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഓർ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഒന്നുകിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 വരുന്ന പോയിന്റ്, അല്ലെങ്കിൽ അത് നോട്ട് ഡിഫൈൻഡ് ആവുന്ന പോയിന്റ്. അപ്പോൾ ഇത് 0 വരുന്ന പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 40x മൈനസ് 36 ഈക്വൽ ടു 0 കിട്ടിയാൽ x ഈക്വൽ ടു 36/40 അഥവാ 9/10 എന്ന് കിട്ടും. ഇനിയോ ഡിനോമിനേറ്റർ 0 വരുന്നത് x ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ. ഇത് രണ്ടുമാണ് ക്രിട്ടിക്കൽ പോയിന്റ് വരിക. എപ്പോൾ ഒന്നുകിൽ ഇത് 0 വരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഐദർ ഇറ്റ് ബിക്കംസ് 0 ഓർ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മളൊരു നമ്പർ ലൈൻ വരച്ചിട്ട് ഈ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യും. 0 എന്നും അടുത്തത് 9/10 ഒക്കെ മാർക്ക് ചെയ്തു. വേവിംഗ് കർവ് മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റി വരെ പോകുന്നു, ഇത് -∞ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഇൻ്റർവെല്ലിൽ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ഇങ്ങനെ പോരും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒക്കെ ഇവിടെ പോസിറ്റീവാണ്. റൈറ്റിലെ പോസിറ്റീവ്, അടുത്ത നെഗറ്റീവ്, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാം ഓഡ് പവേഴ്സാണ്, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻ്റർവെല്ലിൽ ഒരു വാല്യൂ കൊടുത്തു നോക്കുക. 9/10 ഒരു വലിയ വാല്യൂ ആണ്. എക്സിന് 1 കൊടുത്തു. എക്സിന് 1 കൊടുത്താൽ പോസിറ്റീവ് ആയിരിക്കും. 0ക്കും ഇതിനും ഇടയ്ക്കുള്ള ഒരു വാല്യൂ വേണമെങ്കിൽ കൊടുത്തു നോക്കുക. 1/2 കൊടുത്തു നോക്കുക. 1/2 കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. 0യേക്കാൾ ചെറിയൊരു വാല്യൂ കൊടുത്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, 0യേക്കാൾ ചെറിയ വാല്യൂ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആണോ? ഒരു നെഗറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ -2 അല്ല, 0യേക്കാൾ ചെറിയ വാല്യൂ കൊടുക്കുമ്പോൾ ഇൻക്രീസിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. 0യേക്കാൾ ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു -2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. -2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. സോ പോസിറ്റീവ് വരുന്നത് 10 to ഇൻഫിനിറ്റി. പോസിറ്റീവ് വരുന്നത് 10 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഓക്കെ, 0 എന്ന് പറയുന്ന കേസ് ഇവിടെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് വരില്ല, ഹോൾ സ്ക്വയർ വരുമല്ലോ, ഈവൻ പവർ വരിക. x⁵1/5 അത് ഹോൾ സ്ക്വയർ എന്ന് വരിക. ഈവൻ പവർ വരുമ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 0 എടുക്കണ്ട. 9/10 to ഇൻഫിനിറ്റി ഓപ്ഷൻ ഇ കിട്ടും. 9/10 to ഇൻഫിനിറ്റി ഓപ്ഷൻ ഇ എന്ന് കിട്ടും. അടുത്തത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് വരുന്ന പോയിന്റ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻസിയേഷൻ നടത്തുന്നു. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് 2 × x+2 വരുന്നു, പ്ലസ് x+2 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 × x-3 ഹോൾ സ്ക്വയർ എന്ന് വരുന്നു അല്ലേ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏതൊക്കെ എനിക്ക് ഈ പ്ലസിൻ്റെ രണ്ട് സൈഡിൽ നിന്നും എനിക്ക് x+2 പുറത്തേക്ക് എടുക്കാം. അതുകൂടാതെ x-3 ഹോൾ സ്ക്വയറും പുറത്തേക്ക് എടുക്കാം ഈ പ്ലസിൻ്റെ രണ്ട് സൈഡിൽ നിന്നും. ബാക്കി വരുന്നത് ഇവിടെ 2ഉം ഒരു x-3യും ബാക്കിയുണ്ട്. ഇവിടെ ഒരു 3യും x+2ഉം ബാക്കിയുണ്ട്. which is equal to x+2 into x-3 whole square into ഇത് 2x plus 3x 5x കിട്ടും. പിന്നെ -5 plus 6 അപ്പോൾ +1 വരും. ശരിയല്ലേ? ആണോ?
x-3 ഹോൾ സ്ക്വയർ പുറത്തേക്ക് വന്നു, x+2 വന്നു, കോഷ്യൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു, 3 × x-3 ഹോൾ സ്ക്വയർ, അപ്പോൾ 3x 2x 5x കിട്ടും. ഇല്ല, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് -6, അത് +6, അപ്പോൾ അത് കട്ടായി പോകും കേട്ടോ. അവിടെ 5x മതി. x 0 എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് x -2 വരും. ഇത് =0 കൊടുക്കുമ്പോൾ, ഇത് =0 കൊടുക്കുമ്പോൾ x 3 കിട്ടും. ഇത് =0 കൊടുക്കുമ്പോൾ x 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറുകൾ 0 3 -2, 0 3 -2, ഓപ്ഷൻ ഡി കിട്ടും. 0 3 -2 ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കണ്ടുപിടിച്ചു. എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴേ കുറച്ച് സമയം എടുക്കും, അതിൽ നല്ലത് ഇതായിരിക്കും. മാത്രമല്ല നമുക്ക് ഓരോ ഫാക്ടേഴ്സ് കിട്ടുകയാണ് എങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് 0 ആണ്, ഇത് 0, ഇത് 0, ഇത് 0, അങ്ങനെ ഓരോന്ന് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. അടുത്തത് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മാക്സിമം മിനിമം ചെയ്യുന്നത്. 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ = 0 എന്ന് കൊടുക്കുന്നു. ആ വാല്യൂ എടുത്ത് സെക്കൻഡിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവ് കിട്ടിയാൽ മിനിമം എന്നും നെഗറ്റീവ് കിട്ടിയാൽ മാക്സിമം എന്നും വിളിക്കും. അപ്പോൾ f' എന്ന് പറഞ്ഞാൽ 4x³ - 4 കിട്ടും. f" എന്ന് പറഞ്ഞാൽ 12x² എന്നും കിട്ടും അല്ലേ. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ = 0 എന്ന് കൊടുത്താൽ x³ = 1 എന്നും x = 1 എന്നും കിട്ടും. അത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്താൽ f'(1) 12 എന്ന് കിട്ടും. അത് പോസിറ്റീവാണ്. അപ്പോൾ എന്ത് നമുക്ക് പറയാം, മിനിമം അറ്റ് x = 1. അവർ എത്രയാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, മിനിമം വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം അറ്റ് x = 1. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സിന് 1 കൊടുക്കുമ്പോഴാണ് മിനിമം കിട്ടുന്നത്. മിനിമം അറ്റ് x = 1 എങ്കിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് f(1) കാണണം. അപ്പോൾ 1 - 4 - 5 എന്ന് കിട്ടും. അങ്ങനെ 1 - 9 അഥവാ -8, ഓപ്ഷൻ ഡി കിട്ടും. ഡയറക്റ്റ് ആയിട്ട് മാക്സിമം മിനിമം ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോളിനോമിയൽ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഐസ് ഈസ് കോട്ടഡ് യൂണിഫോംലി അറൗണ്ട് എ സ്ഫിയർ ഓഫ് റേഡിയസ് 15 cm. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ സ്ഫിയർ ഉണ്ട്. ഇതാണ് ആ സ്ഫിയർ. അതിനെ കോട്ട് ചെയ്തതുകൊണ്ട് ഐസ് ഉണ്ട്. ഓക്കെ, ഈ റെഡ് കളറിൽ കോട്ട് ചെയ്തിരിക്കുന്നതാണ് ഐസ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 15 ആണ്. ഇതിൻ്റെ റേഡിയസ് 15 ആണ്. പിന്നെ അവിടെ നിന്ന് x സെൻറ്റിമീറ്ററിൽ ഐസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 15 + x എന്ന് എടുക്കുന്നു കേട്ടോ. ഒരു സർക്കിള് 15 cm ആണ് റേഡിയസ്. x സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഐസ് കോട്ട് ചെയ്തിരിക്കുന്നു. മെൽറ്റിംഗ് അറ്റ് ദ റേറ്റ് ഓഫ്, മെൽറ്റിംഗ് റേറ്റ് 80 cm³ ആണ്. മെൽറ്റിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. dV/dt ആണ്. കാരണം ആ യൂണിറ്റ് കാണുമ്പോൾ അറിയാം, ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കുറയും. then when the thickness is 5 cm, അതങ്ങനെ വന്ന് ഈ തിക്നെസ് 5 ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് തിക്നെസ് ഓഫ് ഐസ് dx/dt എത്രയാണെന്ന് കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഐസ് ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മെൽറ്റ് ചെയ്ത് തിക്നെസ് 5 ആയി കഴിയുമ്പോൾ ആ മെൽറ്റിങ്ങിൻ്റെ ചേഞ്ച്, ആ തിക്നെസ് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്താണെന്നാണ് ചോദ്യം. നമുക്കപ്പോൾ വോളിയത്തിൻ്റെ ഫോർമുല എഴുതാം. 4/3πr³ ആണ് സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല. ഇവിടെ അത് 4/3π × റേഡിയസ് 15 + x (3) ആണ്. ഇനി നമുക്ക് ഡിഫറൻസിയേഷൻ നടത്താം. വിത്ത് റെസ്പെക്റ്റ് ടു ടി ആണ് കേട്ടോ. കാരണം ഐസ് മെൽറ്റ് ചെയ്യുന്നത് പെർ മിനിറ്റ് ആണ്, അല്ലാണ്ട് എക്സ് വെച്ചല്ല ഡിഫറൻസിയേഷൻ. നമുക്ക് ഈ യൂണിറ്റ് കാണുമ്പോൾ അറിയാം.
സെൻറ്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. സെൻറ്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. അപ്പോൾ അത് മിനിറ്റ് വെച്ച് ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ 4/3 പൈ ഇൻറ്റു 3 ഇൻറ്റു 15 പ്ലസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു dx/dt. വിത്ത് റെസ്പെക്ട് ടു ടി ഇത് കംപ്ലീറ്റ് ഡിഫറൻസിയേഷൻ നടത്തി 3 കട്ടായി പോയി. അറ്റ് എക്സ് ഈക്വൽ ടു 5, എക്സിന് 5 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. ഇത് 4π വരും. 15 പ്ലസ് 5 20 ദ ഹോൾ സ്ക്വയർ വരും. നമുക്ക് ആ വാല്യൂസ് കംപ്ലീറ്റ് കൊടുക്കാം അല്ലേ. അറ്റ് എക്സ് ഈക്വൽ ടു 5 വോളിയത്തിലുണ്ടാവുന്ന ചേഞ്ച് 80 ആണ്. 80 ഈക്വൽ ടു 4π ഇൻറ്റു എക്സിന് 5 എന്ന് കൊടുത്താൽ 15 പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു dx/dt എന്ന് വരും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, dx/dt. സോ dx/dt എന്ന് പറഞ്ഞാൽ 80 ഡിവൈഡഡ് ബൈ, ഇത് താഴേക്ക് കൊണ്ടുവരും, 15 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 20 കിട്ടും. 4π ഇൻറ്റു 20 സ്ക്വയർ കിട്ടും. 20 സ്ക്വയർ. 4ഉം 8ഉം കട്ട് ചെയ്ത് പോയിട്ട് ഒരു 20 ഇവിടെ വരും. 20യും താഴെ ഒരു 20യും കൂടെ കട്ട് ചെയ്ത് പോയിട്ട് അപ്പോൾ എന്ത് കിട്ടും? 1/20π എന്ന ആൻസർ കിട്ടും. 1/20π സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നേരത്തെ ജെഇക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. നിങ്ങൾക്ക് NCERT കണ്ട് പരിചയമുള്ള അത്ര ക്വസ്റ്റ്യൻ അല്ല. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ dx/dt, എക്സിലുണ്ടാവുന്ന ചേഞ്ച് 1/20π എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഹാസ് എ ലോക്കൽ മാക്സിമം വാല്യൂ. ആൻസർ ആട്ടോ, അവർക്ക് ലോക്കൽ മാക്സിമം 21 കിട്ടി. എപ്പോഴാണ്? x ഈക്വൽ ടു -1. ലോക്കൽ മിനിമം 7 കിട്ടി അറ്റ് x ഈക്വൽ ടു 1. ദെൻ f(0). നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ f(x) തന്നിട്ടുണ്ട്. f(0) എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0 + 0 + d. അപ്പോൾ ശരിക്കും ഒരു 0 വരും. d എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. d കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് d കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നടത്തും. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? 3ax² 2bx + c. ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയാൽ കിട്ടുന്നത്. f ഹാസ് ലോക്കൽ മാക്സിമം വാല്യൂ 21 അറ്റ് x ഈക്വൽ ടു -1. എക്സിന് -1 കൊടുക്കുമ്പോഴും എക്സിന് +1 കൊടുക്കുമ്പോഴുമാണ് എന്ത് സംഭവിക്കുന്നത്? മാക്സിമം അല്ലെങ്കിൽ മിനിമം സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നത്? 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തും. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അപ്പോൾ എക്സിന് വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് സെക്കൻഡിൽ കൊടുത്ത് മാക്സിമം മിനിമം തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ 1ഉം -1ഉം എങ്ങനെ കിട്ടി? ഈ 1ഉം -1ഉം നിങ്ങൾക്ക് കിട്ടിയത് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്തപ്പോൾ എക്സിന് കിട്ടിയ വാല്യൂ ആണ് 1ഉം -1ഉം. അപ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് ചിന്തിച്ചേ, f'(1)ഉം f'(-1) രണ്ടിൻ്റെയും ആൻസർ 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്തപ്പോൾ എക്സിന് കിട്ടിയ വാല്യൂ ആണ് 1 -1. തിരിച്ച് ചിന്തിക്കൂ. ഫസ്റ്റ് ഡിഫറൻസിയേഷനിൽ എക്സിന് 1 കൊടുത്താലും -1 കൊടുത്താലും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എക്സിന് ഞാൻ 1 കൊടുത്തു. അപ്പോൾ 3a + 2b + c അത് 0 കിട്ടും. എക്സിന് ഞാൻ -1 കൊടുത്തു. അപ്പോഴും 3a - 2b + c = 0 കിട്ടും. ഓക്കെ. വേണമെങ്കിൽ ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്തു. ഇതൊരു ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 + 4b + 0 = 0 കിട്ടി. ഇതിനകത്തുനിന്ന് b 0 കിട്ടി. ഓക്കെ. b നിങ്ങൾക്ക് 0 എന്ന് കിട്ടി. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടുന്നത് 21 ആണ്, അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ കിട്ടുന്നത് 7 ആണ്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് പോകണമെങ്കിൽ അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കിട്ടുകയുള്ളൂ. നമുക്ക്
ഈ അറ്റ് എക്സ് ഈക്വൽ ടു -1 അല്ലെങ്കിൽ 1 കിട്ടിയല്ലോ, ഈ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 7. ക്വസ്റ്റ്യനകത്ത് എക്സിന് 1 കൊടുക്കുമ്പോൾ 7 കിട്ടും, അതാണ് മിനിമം. അതുപോലെ തന്നെ -1 കൊടുക്കുമ്പോൾ 21 കിട്ടും, ഇതാണ് മാക്സിമം. ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് എയും ബിയും, ബി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഒന്നുകൂടെ ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് വരും നമ്മുടെ ഫംഗ്ഷൻ. ഡി കിട്ടിയ ആൻസർ കിട്ടിയിട്ടോ. എഫ് ഓഫ് 1 7 ആണ്. എഫ് ഓഫ് 1 7 എന്ന് പറഞ്ഞാൽ 7 ഈക്വൽ ടു എ പ്ലസ് സി പ്ലസ് ഡി എന്ന് കിട്ടി. ഏത്? എക്സിന് ഞാൻ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ഇനി 21 എന്ന് പറഞ്ഞാൽ എക്സിന് -1 കൊടുക്കുക, അപ്പോൾ -a മൈനസ് സി പ്ലസ് ഡി എന്ന് വരും. ഇത് രണ്ടോടെ അങ്ങ് ആഡ് ചെയ്താൽ പോരെ, അപ്പോൾ ഡി കിട്ടി. 28 ഈക്വൽ ടു 0 പ്ലസ് 0 പ്ലസ് 2d എന്ന് കിട്ടി. 28 ഈക്വൽ ടു 0 പ്ലസ് 0 പ്ലസ് 2d. സോ ഡി ഈസ് ഈക്വൽ ടു ആൻസർ 14 കിട്ടി. വേറെ എളുപ്പമുള്ള മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. എഫ് ഓഫ് 0 കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും ഡി കിട്ടണം. ഞാനിപ്പോൾ അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം അപ്ലൈ ചെയ്തു. ഇത്രയും ലെങ്ത് സ്റ്റെപ്പ് ഇല്ലാതെ ചിലപ്പോൾ കിട്ടുമോ നോക്കാം. അവർ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എക്സിന് 1ഉം -1ഉം കൊടുക്കുമ്പോഴാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം സംഭവിക്കുന്നത്. അതായത് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂസ് ആണ് 1 -1. ആ കൺസെപ്റ്റാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പിന്നെ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ നമ്മൾ സാധാരണ NCERT ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെ അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇൻക്രീസിങ്ങിന് മറ്റൊന്നും ചെയ്യാനില്ല. ഇത് നിങ്ങൾ ഡിഫറൻസിയേഷൻ നടത്തുന്നു. അപ്പോൾ 24x³ എന്നും -6x എന്നും കിട്ടും. സീക്വൽ ടു 0 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് 6 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്താൽ 4x 6 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. എക്സ് പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്ത് കിട്ടും? 4x² - 1 സീക്വൽ ടു 0 കിട്ടും. ശരിയല്ലേ? അതെ. ഇതിനകത്തുനിന്ന് ഒരു സ്റ്റെപ്പോടെ വേണമെങ്കിൽ ചെയ്താൽ എക്സ് ഇൻറ്റു 2x + 1 ഇൻറ്റു 2x - 1 സീക്വൽ ടു 0 എന്ന് എഴുതും. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ഇൻ്റർവെല്ലായിട്ട് തിരിച്ചാലേ നമുക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാവും. ഇതിനകത്തുനിന്ന് x ഈക്വൽ ടു +or -1/2 ഒക്കെ കിട്ടും. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് x ഈക്വൽ ടു 0, ഇത് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ -1/2, അടുത്ത് 0 എടുക്കുമ്പോൾ 1/2. ഇങ്ങനെ ഇത്രയും വാല്യൂസ് എക്സിന് കിട്ടും. ഇനി നമ്മൾ നമ്പർ ലൈൻ വരച്ചിട്ട് -∞ to ∞, -½ 0 ½ -½ 0 ½. റൈറ്റ് മോസ്റ്റ് ഇതെല്ലാം ഓഡ് ടേമുകളാണ് വരുന്നത്. എക്സിന്റെ പവറുകളെല്ലാം ഓഡാണ്. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ വേവി കർവ് അപ്ലൈ ചെയ്യാം. റൈറ്റ് മോസ്റ്റ് പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. ഇതാണ് വേവി കർവ് മെത്തേഡിൽ ഓഫ് ഇനീക്വാളിറ്റീസിൽ പറയുന്നത്. അതായത് എക്സിന്റെ 2-3 കണ്ടീഷനുള്ളൂ. എല്ലാം ലീനിയർ ഫാക്ടേഴ്സ്, ലീനിയർ അല്ലെങ്കിൽ ഓഡ് പവേഴ്സ്. എക്സിന്റെ പവർ എല്ലാം ഓഡ്, വേരിയബിളിന്റെ പവർ എല്ലാം ഓഡ്. അതിന്റെ കോഎഫിഷ്യന്റുകളെല്ലാം പോസിറ്റീവ്, വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എല്ലാം പോസിറ്റീവ്. ഇതുണ്ടോ? ഇത് 2 ആണ്, പോസിറ്റീവാണ്, 2 ആണ്, പോസിറ്റീവാണ്, 1 ആണ്, പോസിറ്റീവാണ്. പവർ 1 ആണ്, 1 ആണ്, 1 ആണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഏറ്റവും റൈറ്റിൽ വരുന്ന ഇൻ്റർവെല്ല് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ പോസിറ്റീവ്, നെഗറ്റീവ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതറിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതറിയില്ലെങ്കിൽ ഓരോ വാല്യൂസ് എടുത്ത് കൊടുത്താൽ മതി. ഈ ഇൻ്റർവെല്ലിൽ ഒരു വാല്യൂ കൊടുക്കുന്നു, ഇൻ്റർവെൽ അങ്ങനെ ഓരോന്ന് കൊടുക്കുന്നു. നമുക്ക് ഇൻക്രീസിംഗാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഇൻ്റർവെല്ല് കിട്ടും. ഒന്ന് -1/2 മുതൽ 0 വരെ, മറ്റൊന്ന് 1/2 മുതൽ ഇൻഫിനിറ്റി വരെ. ഈ 2 ഇൻ്റർവെല്ല് ഇൻക്രീസിങ്ങിൽ വരും. അപ്പോൾ ഓപ്ഷൻ ബി കിട്ടും. ഏതൊക്കെയാണ്? -1/2 മുതൽ 0 വരെയും 1/2 മുതൽ ഇൻഫിനിറ്റി വരെയും. അത് രണ്ടും ഇൻക്രീസിങ്ങിൽ വരും. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ പ്ലസ് മൈനസ് ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ടേ, അതിനുവേണ്ടി അങ്ങനെ ചെയ്തത് കേട്ടോ. കഴിയത്ര ഫാക്ടേഴ്സാക്കി മാറ്റിയതിന് ശേഷം ചെയ്യുന്നതാണ് ബെറ്റർ. ലോക്കൽ എക്സ്ട്രീമം അറ്റ് ദ പോയിന്റ്, അതായത് മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്ട്രീമം പോയിന്റ് എന്ന് പറയുമ്പോൾ ഐദർ മാക്സിമം ഓർ മിനിമം. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നമ്മൾ നടത്തുന്നു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ
പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതിനകത്തുനിന്ന് എനിക്ക് വേണമെങ്കിൽ x-4 പുറത്തേക്ക് എടുക്കാം, പിന്നെ x+1 ഹോൾ സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. ബാക്കി വരുന്നത് ഇവിടെ 3 ബാക്കിയുണ്ട്. 3 × x-4 എന്ന് പറഞ്ഞാൽ 3x - 12 കിട്ടും. ഇവിടെ x+1 ഹോൾ സ്ക്വയർ പുറത്തേക്ക് എടുത്തവർ x+1 ഉം 2 ഉണ്ട്. അപ്പോൾ 2x + 2 വരും, which is equal to x-4 × x+1 ഹോൾ സ്ക്വയർ ഇൻറ്റു 5x - 10 വരും. ശരിയല്ലേ? 5x - 10 വരും. x-4 × x+1 ഹോൾ സ്ക്വയർ ഇൻറ്റു 5x - 10 എന്ന് വരും. അപ്പോൾ ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x = 4 വരും, x = -1 വരും, അതുപോലെ തന്നെ x = 2 എന്നും വരും. 4 - 1 2 ഇങ്ങനെ 3 വാല്യൂസ് വരും. x = 4 - 1 2 ഇങ്ങനെ 3 വാല്യൂസാണ് എക്സിന് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഓപ്ഷനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ 4 ഇല്ല, പോട്ടെ, -1 ഉം 2 ഉം ഉണ്ട്. പക്ഷെ 2 എടുത്താൽ മതി കേട്ടോ, -1 എടുക്കണ്ട. എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനിയിപ്പോൾ സെക്കൻഡിലേക്കൊക്കെ പോലും ഇത് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ -1 എടുത്തു എന്നിരിക്കട്ടെ, -1ൻ്റെ ലെഫ്റ്റിലുള്ള ഒരു വാല്യൂ എടുക്കും, റൈറ്റിലുള്ള വാല്യൂ എടുക്കും. അപ്പോൾ അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ മാക്സിമം ഒന്ന്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ മിനിമം ഒന്നും വിളിക്കും. അതായിരുന്നു ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെ പരിപാടി. പക്ഷെ ഇവിടെ ഇതിൻ്റെ പവർ ഈവൻ ആണ്. ഇതുണ്ടോ? പവർ ഈവൻ പവറാണ്. അതുകൊണ്ട് ഈ പറയുന്ന ചേഞ്ച് അവിടെ സംഭവിക്കില്ല. മനസ്സിലാവുന്നില്ലേ? ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് NCERT കൊടുത്തിട്ടുണ്ട്, സെക്കൻഡിലേക്കൊക്കെ പോകൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എക്സിന് 3 വാല്യൂസ് കിട്ടി, അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ മിനിമം 3 വാല്യൂവിൽ സംഭവിക്കില്ലേ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. 4 നിങ്ങൾ ഒഴിവാക്കും, കാരണം ഓപ്ഷനിലില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ 2 ഉം -1 ഉണ്ടല്ലോ, 2 ഓപ്ഷൻ മാർക്ക് ചെയ്യണ്ടേ? വേണ്ട, 2 മതി. അതിൻ്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഈ -1 നിങ്ങൾക്ക് കിട്ടിയത് ഈ ഫാക്ടറിൽ നിന്നാണ്. x+1 ഹോൾ സ്ക്വയർ = 0 കൊടുത്തപ്പോഴാണ് എക്സിന് -1 കിട്ടിയത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കൂ, -1ൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂ കൊടുത്തപ്പോഴും റൈറ്റിലുള്ള വാല്യൂ കൊടുത്തപ്പോഴും സൈനിന് ഒരു ചേഞ്ചും വരില്ല. കാരണം ഇവിടെ ഹോൾ സ്ക്വയർ എന്ന് കിടക്കുക, ഈവൻ പവറാണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് ഇവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് ആ പോയിന്റ് സെലക്ട് ചെയ്യേണ്ട. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻസിയേഷൻ നടത്തി ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം എക്സ് ടുവാർഡ്സ് വൈ, എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്നു വിത്ത് വെലോസിറ്റി തന്നിട്ടുണ്ട് 10t + 25 km/h ആണ്. where t is measured in hours. then the distance covered by the train at 5 PM. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 5 മണി കൊണ്ട് 2 മണിക്കൂറും കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷനുമായി കണക്ട് ചെയ്തതാണ്. വെലോസിറ്റി = 10t + 25 ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ds/dt = 10t + 25 ആണ്. ds = 10t + 25 × dt എന്ന് വരും. ഇൻ്റഗ്രേഷൻ നടത്തിയാൽ dsൻ്റെ ഇൻ്റഗ്രേഷൻ s വരും. s = 10t²/2 എന്ന് വരും. 10t²/2 + 25t + c എന്ന് വരും. s = 5t² + 25t + c എന്ന് വരും. ഇതാണ് s എന്ന് പറയുന്നത്. അവർ പറയുന്നു ഇനി നമുക്കതിനകത്ത് c കണ്ടുപിടിക്കണം. c കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ? 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ
സമയം 0 ആണ്, എസും 0 ആണ്. അത് രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 0 ഈക്വൽ ടു 0 പ്ലസ് 0 പ്ലസ് സി കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് സി ഈക്വൽ ടു 0 കിട്ടി. അങ്ങനെ സി 0 ആണെങ്കിൽ എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 5t² പ്ലസ് 25t എന്ന് കിട്ടും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. അവർ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ട്രെയിൻ അറ്റ് 5 PM. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ 5 മണി ആയപ്പോൾ അവിടെ എത്തി. എന്തുമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും? ടി ഈക്വൽ ടു 2 കൊടുക്കാം. കാരണം 2 മണിക്കൂർ കഴിഞ്ഞില്ലേ? 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 × 4 പ്ലസ് 25 × 2. 5 × 4 20 വരും, പ്ലസ് 50 വരും. 50 പ്ലസ് 20 ആൻസർ 70. ഓപ്ഷൻ എ കിട്ടും. അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഡിഫറെൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ NCERT-യിൽ അങ്ങനെ കണ്ടിട്ടില്ല, എൻട്രൻസിന് അത്ര കാര്യമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ജയിലൊക്കെ വളരെ റയറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഫിസിക്സിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ടാവും. വേറെ മെത്തേഡ് നോക്കാം. ഇത് പക്ഷേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാറ്റഗറിയിലാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ആൻസർ എ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ മിനിമം വാല്യൂ ഓഫ്. മിനിമം വാല്യൂ ഇതൊക്കെ സിമ്പിൾ. നിങ്ങൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നടത്തി. അപ്പോൾ എന്ത് കിട്ടി? 28x³ പ്ലസ് 28 എന്ന് കിട്ടി. സെക്കൻഡ് ഡിഫറൻസിയേഷൻ നടത്തിയപ്പോൾ 28 × 3 3x² കിട്ടി. ഫസ്റ്റ് ഈക്വൽ ടു 0 കൊടുത്താൽ x³ ഈക്വൽ ടു -1 എന്നും x ഈക്വൽ ടു -1 എന്നും കിട്ടും. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 കൊടുത്താൽ x ഈക്വൽ ടു -1 കിട്ടും. അത് സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുത്താൽ ആൻസർ നെഗറ്റീവ് ആണ്. ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ മാക്സിമം അല്ലല്ല, ആൻസർ പോസിറ്റീവ് ആണ്. കാരണം -1 കൊടുത്തിട്ട് കാര്യമില്ല, ഇവിടെ x². അപ്പോൾ എക്സിന് -1 കൊടുത്താലും ആൻസർ പോസിറ്റീവാ. പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. എപ്പോഴാണ് മിനിമം കിട്ടിയത്? എക്സിന് -1 കൊടുക്കുമ്പോൾ. അതല്ല അവരുടെ ചോദ്യം. മിനിമം വാല്യൂ എത്രയാണെന്നാണ്. എങ്കിലാ -1 ഇവിടെ കൊടുക്കൂ. 7 - 28 പ്ലസ് 31. അപ്പോൾ 38 - 28 കിട്ടും. 38 - 28 എന്ന് പറയുമ്പോൾ 10 വരും. 38 - 28 എന്ന് പറയുമ്പോൾ 10 വരും. The function f of x is decreasing in the interval. ഇത് ഡിക്രീസ് ചെയ്യണം. ഡിഫറൻസിയേഷൻ നടത്തൂ. f' എന്ന് പറയുന്നത് 6x² പ്ലസ് 18x പ്ലസ് 12. വേണമെങ്കിൽ നമുക്ക് 6 പുറത്തേക്ക് എടുത്താൽ x² പ്ലസ് 3x പ്ലസ് 2. 6 × x പ്ലസ് 2 × x പ്ലസ് 1 ഈക്വൽ ടു 0 കൊടുത്താൽ നമ്പർ ലൈൻ വരയ്ക്കുന്നു. -∞ -2 -1 ഇൻഫിനിറ്റി അല്ലേ? ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബേബി കർവ് അപ്ലൈ ചെയ്താൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയാൽ ഒത്തിരി എളുപ്പമുണ്ട് കേട്ടോ. റൈറ്റ് മോസ്റ്റ് ഇൻ്റർവെൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ -1 വലിയ വാല്യൂ 0 കൊടുത്താൽ ഇവിടെ എക്സിന് 0 കൊടുത്താൽ ആൻസർ പോസിറ്റീവ്. -2നും -1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് -1.5 കൊടുത്താൽ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, പ്രോഡക്റ്റ് നെഗറ്റീവ്. -2വിനേക്കാൾ ചെറിയൊരു വാല്യൂ -3 കൊടുത്താൽ ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, പ്രോഡക്റ്റ് പോസിറ്റീവ്. അങ്ങനെ ചെക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അവരാവശ്യപ്പെട്ടിരിക്കുന്നത് ഡിക്രീസിങ്. അപ്പോൾ നമുക്ക് -2 മുതൽ -1 വരെ കൊടുക്കാം. ഓപ്ഷൻ ബി. അതൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ മാക്സിമം വാല്യൂ ഓഫ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്രയെന്നാണ് ചോദ്യം. ഒരു പരിധി വരെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. y മാക്സിമം എന്ന് പറഞ്ഞാൽ 12 ഈ സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏറ്റവും ചെറുതായാൽ പോരെ. നമുക്ക് മാക്സിമം വരുന്ന ടെക്നിക്കൊന്നും വേണ്ട. ഒന്നുകിൽ ഗ്രാഫ് വരയ്ക്കുക, അതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് 12 - 10 ആണോ 12 - 3 ആണോ വലുത്? 12 - 3 അല്ലേ? അതായത് ഈ കുറയ്ക്കുന്ന ക്വാണ്ടിറ്റി ഏറ്റവും വലുത് വരണം. കുറയ്ക്കുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏറ്റവും ചെറുതാവണം. അപ്പോൾ ആൻസർ ഏറ്റവും മാക്സിമം ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ മാക്സിമം വരുന്നത് നിങ്ങൾ പറയേണ്ടതാണ് മോഡ് x - 12 മിനിമം ആയിരിക്കണം അല്ലേ? അങ്ങനെ ചിന്തിച്ചാലും മതി.
ഈ കുറയ്ക്കുന്ന സാധനം ഏറ്റവും ചെറുത് കിട്ടണം. അതെപ്പോഴാണ് ഏറ്റവും ചെറുത് കിട്ടുക? എക്സ് -11 മുതൽ 11 വരെയാണ്. എക്സിന് നിങ്ങൾ -11 കൊടുത്തു കഴിഞ്ഞാൽ -11 -12 -23 വരും. പക്ഷേ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 23 വരും. 11 കൊടുത്തു കഴിഞ്ഞാൽ 11 - 12 -1 വരും. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഈ മോഡ് x - 12ൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 1 ആണ്. കാരണം എക്സ് ഇതിന് രണ്ടിനും ഇടയ്ക്കല്ല. അപ്പോൾ ഏറ്റവും ചെറിയ, നിങ്ങളിപ്പോൾ 10 കൊടുത്ത് നോക്കിക്കോ, 10 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 - 12 2 കിട്ടും. 8 കൊടുത്ത് നോക്കിക്കോ, 8 കൊടുത്താൽ 4 കിട്ടും. അപ്പോൾ ഏറ്റവും 12 കൊടുത്താൽ 0 കിട്ടിയാണ് കേട്ടോ. പക്ഷെ 12 കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്നത് 1 ആണ്. ആ 1 കൂടെ കൊടുക്കുമ്പോൾ 1 കുറയ്ക്കുമ്പോഴായിരിക്കും ഏറ്റവും മാക്സിമം ആൻസർ കിട്ടുക. അത് എത്ര കിട്ടും? 11 കിട്ടും. ഓപ്ഷൻ ബോക്സ് കിട്ടും. ഓക്കെ. ഏറ്റവും മിനിമം ചോദിച്ചാലോ? മിനിമം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 23 കുറയ്ക്കുമ്പോഴല്ലേ ഏറ്റവും മിനിമം കിട്ടുക, അല്ലേ? 23 ഇതിനകത്ത് നിന്ന് കുറയ്ക്കുമ്പോഴായിരിക്കും ഏറ്റവും മിനിമം കിട്ടുക. കാരണം ഏറ്റവും മാക്സിമം നമ്പർ കുറയ്ക്കുമ്പോൾ, ഏറ്റവും വലിയ ആൻസർ കുറയ്ക്കുമ്പോൾ ഏറ്റവും ചെറിയ ആൻസർ കിട്ടും. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. ചില സെഷനിൽ ക്വസ്റ്റ്യൻ വന്നു പോലും ഇല്ല. അല്ലാത്തതിലൊരു 2-3 ക്വസ്റ്റ്യൻസ് വന്നു. അത്യാവശ്യം ചില ക്വസ്റ്റ്യൻസൊക്കെ ഒരു അല്പം ഡിഫറെൻ്റ് ആയിരുന്നു, കാണാത്ത മോഡലായിരുന്നു. ചിലതൊക്കെ വളരെ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇൻക്രീസിങ് ഡിക്രീസിങ്. അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ്, റേറ്റ് ഓഫ് ചേഞ്ച്, മാക്സിമം മിനിമം, കുറച്ച് കൺസെപ്റ്റുകളേ ഉള്ളൂ. അല്ലാതെ മാക്സിമം മിനിമത്തിൽ NCERT കണ്ടതുപോലെ വലിയ വേർഡ് പ്രോബ്ലം ഒന്നും പഠിച്ച് സമയം കളയേണ്ട. സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആ കൺസെപ്റ്റ് ഒന്ന് മാത്രം നോക്കിയാൽ മതി. കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലെങ്തി ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നും പോകണ്ട. 24 ക്വസ്റ്റ്യൻസ് നോക്കി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ആണ് കിട്ടുന്നത്. 25 അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.